ஆறுமுகம் ஜெலம்பரா, மது கொட்டாரப்புறம் மற்றும் சஃபர் அவருடைய பொறுப்பாளர்கள் மலையாளம் சகோதரர்கள் என்பதை நான் பெருமையோடு சொல்ல கடமைப்பட்டிருக்கிறேன். വടക്ക് മുതൽ തെക്ക് വരെ നമ്മൾ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, VCK ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ലക്ഷ്യം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടറിയിലേക്കാണ്. അതിനുള്ള പ്രവർത്തനത്തിൽ ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആൾക്കാരും അണിനിരക്കും. കേരളത്തിലെ മുഴുവൻ പിന്നോക്കക്കാരും ദളിതരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒന്നിച്ചിരുന്ന് പോരാടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനമായി VCK മാറിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ദളിത് മേഖലയിൽ നേരത്തെ തന്നെ ഒരു കൊടിക്കീഴിൽ വളരെ ശക്തമായ രീതിയിൽ കൈകോർത്ത് മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഒരു വലിയ ശക്തിയായി ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേരാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതിനായി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. അതിന് കണ്ണൂർ ജില്ലയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. VCK പേരോട്ടം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ അംബേദ്കർ ദിനത്തിൽ 7 ദിവസത്തെ പരിപാടി ഞങ്ങൾ കോഴിക്കോട് സംഘടിപ്പിച്ചു. അതിൽ അണ്ണൻ വന്നായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. 7 ദിവസത്തെ പരിപാടി, ഒരു ദിവസമല്ല കേട്ടോ, 7 ദിവസത്തെ പരിപാടി 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ജില്ലയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനും മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. തിരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ നമ്മെ മാറ്റി നിർത്താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് VCK ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വേദിയിൽ ഞാൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. ഈ വേദിയിൽ ഇന്ന് വരേണ്ടത് ഞങ്ങളുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ നന്ദകുമാർ സാറാണ്. അദ്ദേഹം എത്താൻ കുറച്ച് വൈകിയത് കാരണം, നമ്മുടെ പരിപാടിയും കുറെ വൈകിയത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തതാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ബസ് ആളിവിടെ എത്തിയിട്ടുണ്ട്. നാനാ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ VCKയുടെ ആധിപത്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. കേരളത്തിൽ VCKയുടെ ആധിപത്യത്തിൽ പിന്തുണ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അൻപാർന്ന പെരിയോറുകളെ, പെറ്റോറുകളെ, തങ്കകളെ, തമ്പികളെ, അണ്ണന്മാർകളെ, നിങ്ങൾക്കെല്ലാം
என்னுடைய பிசிகே வணக்கம், அம்பேத்கர் வணக்கம், ஜெய்பீர். என்னுடைய ജില്ല வந்து വയനാട് ജില്ല. മദ്രാസിൽ പ്രവിശ്യയായിരുന്ന കാലം തൊട്ടേ വയനാട് ജില്ല തമിഴ്നാട് മദ്രാസിൽ പ്രവിശ്യപ്പെട്ടതാണ്. ഈ പറയപ്പെട്ട കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും കാസർഗോഡും ഒക്കെ തന്നെ മദ്രാസിൽ പ്രവിശ്യപ്പെട്ടതായിരുന്നു. അതിനു മുന്നേ മൂവേന്ദർ ഭരിച്ച കാലത്ത് ഈ കേരളം എന്ന ചേരളം, ചേരൻ, പാണ്ഡ്യൻ, ചോളൻ ഈ 3 പേരും അടങ്ങുന്ന തമിഴ്നാട് തന്നെയാണ് ഇപ്പം നമ്മൾ ചേർക്കുന്നത്. ഉക്കിൾക്കൂടി ബന്ധമാണ് നമുക്ക്. മലയാളം കുറച്ച് മാറിപ്പോയെങ്കിലും ഇത് തമിഴ് തന്നെയായിരുന്നു. ഇന്ന് കോട്ടയത്ത് നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ CITUവിൻ്റെ വലിയ രാഷ്ട്രീയ ജാഥകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ജനത ഒരു കാലഘട്ടം വരെ അടിമ പണിയെടുത്ത ഊഴിയ ജോലികൾ ചെയ്ത ഒരു ജനവിഭാഗമായിരുന്നു. ഊഴിയ വേലകൾ എന്ന് പറഞ്ഞാൽ കൂലിയില്ലാ വേലകൾ. ഇത്തരം കൂലിയില്ലാ വേലകൾ ചെയ്ത അടിമ പണിയെടുത്ത നമ്മുടെ ജനതയെ ഇത്തരം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന മഹാത്മാ അയ്യങ്കാളി, ഡോക്ടർ BR അംബേദ്കർ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ VCK പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും നമ്മളെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന, ജോലിയില്ലാത്ത, കൂലിയില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അജണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം അജണ്ടകളെ തകർക്കുക എന്നുള്ളതാണ് VCK പാർട്ടിയുടെ ദൗത്യം. പ്രിയ വേദിയിലിരിക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോക തൊഴിലാളി വർഗ ദിനം എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ ചിക്കാഗോ തെരുവീഥികളിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ രക്തം വീണുകൊണ്ടാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചത് തന്നെ. അതിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR திரு வேணு அவர்கள் இங்கே வர்றதுக்கு கொஞ்சம் லேட் ஆகும். உங்களுக்கு தெரியும், இங்கே நான் 5 மணி நேரம். நான் மலையாளத்தில் பேசட்டுமா? உங்களுக்கு புரியுமா? என்னோட தமிழ் வந்து அத்தனை நல்ல தமிழ் இல்லை. ஒரு கொஞ்சம் தமிழ் பேசுறதுக்கு நான் வந்து இந்த கட்சியில் வந்து 3 வருஷம் இருக்கேன். ஆனால் தமிழ் கற்ற முடியல. 2010 வருஷத்தில் கோவையில் நான் ஒரு 2 மினிட் கொஞ்சம் கூடுதல் எடுத்தால் பிரச்சனையா? பரவாயில்ல. 2010 கோவையில் வந்து ஒரு ப்ரோக்ராம் இருந்தது, உலக செம்மொழி மாநாடு. அப்போ அந்த ப்ரோக்ராமோட இது நான் பத்திரிகையில் பார்த்து அந்த ப்ரோக்ராமுக்கு போய் நான் தமிழில் குறித்து கொஞ்சம் கேட்டது. கேரள மண்ணிலே விடுதலை கட்சி இன்று வந்ததில்லை. சுமார் 23 வருடங்களுக்கு முன்பாக தலைவர் எழுச்சி தலைவர் அவர்களை மேலாண் பகுதிக்காக நன்றி, வணக்கம். பேசுவதற்கு வாய்ப்பில்லை. நம்முடைய மாவட்ட தலைவர் பிரசாந்த் பத்தியூர் அவர்கள் 2 நிமிடம் பேசுவார். 2 மாவட்டம் தான், 10 மாவட்டம் பேசிட்டாங்க. பிரசாந்த் പത്തിയൂർ കുറിക്കുന്നതിന്റെ ഭാഗമായി ഈ സമ്മേളനം കാണാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും VCK അതിൻ്റെ കമ്മിറ്റികൾ തുടർന്നു വരുന്നു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഈ യോഗത്തെ സംബന്ധിച്ചിരിക്കുന്ന എന്തുകൊണ്ടും വളരെ ആകാംക്ഷയോടുകൂടി ഈ അടിത്തട്ടിലായിപ്പോയ ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന VCK, അതിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഡോക്ടർ പോൾ തിരുമാവളവൻ അവർകളെയും
வாழ்த்துக்களை தெரிவித்துக் கொண்டு விடுதலை சிறுத்தை கட்சி மூணாறில் அடைகாத்து கேரளா முழுவதுமாக இன்னைக்கு கூடு கட்டி குஞ்சு பொறிச்சு இவ்வளவு தூரம் வளர்வதற்கு காரணமாக இருந்த மரியாதைக்குரிய சகோதரர் இளஞ்சேகர் அவர்களுக்கும் அதை வளர்ச்சி எடுத்து கொடுத்த ஊக்கம் கொடுத்த நமது தலைவர் எழுச்சி தலைவர் அவர்களுக்கும் എന്ന് പറയുന്ന ഈ ഒരു കക്ഷി തമിഴ്നാട്ടിലാണ് ഇന്ന് ഇവർ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് കന്യാകുമാരി മുതൽ നമ്മുടെ കാശ്മീർ വരയ്ക്കും BCK പറ്റി ആൾക്കാർ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലും ഇതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരന്മാർ വരുന്നതിൽ സന്തോഷിക്കുന്നു. சிறப்பான பாராட்டை சொல்லி 2 நிமிடம் அவரை வாழ்த்துறை வழங்குமாறு கேட்டுக்கொள்கிறேன். அவர் அங்கிருந்து ஒரு பஸ் பிடிச்சி எல்லாருமே கொண்டு வந்திருக்க அவருக்கு வாழ்த்துக்கள். என் அன்பு தமிழ் மக்களே, என் சகோதரி சகோதரங்களே, உங்களுக்கு டாக்டர் B.R. அம்பேத்கருடைய பேரில் 1000 ஜெய் பீம். உங்களுக்கு எல்லாருக்கும் BCK பேரில் 1000 அபிநந்தங்கள் அர்ப்பித்துக் கொண்டு ஜெய் பீம். കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഏത് വിധേനയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ആ സാഹചര്യത്തിൽ ദേശീയ தலைவர் திரு விடுதலை சிறுத்தையின் தேசிய தலைவர் திரு திருமாவளவன் அவர்கள் அவர்கள் தோழமையாக இருப்போம். எந்த சூழ்நிலையிலும் இந்த ஒடுக்கப்பட்ட மக்களின் மத்தியில் திரும்ப அவர்களை സന്തോഷവും പുതിയൊരു ആവേശം ഡോക്ടർ ശ്രീ തിരുമാവളവൻ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന BCKയുടെ പ്രവർത്തനങ്ങളിൽ എന്നെയും കേരള സാമ്പത്തിക അംബേദ്കറും നീതിയാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ BCKയുടെ തലൈവർ ഡോക്ടർ തിരുവണ്ണ കേരളത്തിൻ്റെ ചുമതലയുള്ള സത്യദേശ ശേഷം വേദിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹിക
அப்படிப்பட்ட இந்த கூட்டத்தினுடைய நாயகன் எழுச்சி தமிழர் தொல்காப்பியன் திருமாவளவன் எம்பி அவர்களை என்னை கேட்கின்ற மேடையில் வீட்டிருக்கின்ற இங்கே வந்தபோது காங்கிரஸ் கட்சியும் கம்யூனிஸ்ட் கட்சியும் ஒரே மேடையில் இருந்து ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്ത ഭരണഘടനാ ശില്പി ശ്രീ അംബേദ്കറുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ആണ് ഈ പരിപാടി VCK ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അംബേദ്കറുടെ ജീവിതകാലം പൂർണ്ണമായി ജാതി I don't know whether I'm speaking in Malayalam means our leader will understand what I'm saying. I need to speak a few words in English because I am not fluent in Malayalam. I have to speak communication for leader. So I am the state secretary of Indian Union Muslim League, who is having 15 MLAs and 5 MPs. നേതാവാണെന്ന് മാത്രമല്ല, ഒരു ദശകത്തോളം 10 വർഷത്തോളം തുടർച്ചയായി തമിഴ്നാട്ടിലെ MP-യാണ്. പക്ഷേ അദ്ദേഹം തമിഴ്നാടിന്റെ മാത്രം നേതാവല്ല, കേരളത്തിന്റെ നേതാവാണ്. കേരളത്തിന്റെ മാത്രം നേതാവല്ല, ഇന്ത്യയുടെ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. தகடூர் தமிழ்ச்செல்வன் அவர்களே, இளந்திரையன் அவர்களே, ஆவடி ஷாஜி அவர்களே, வளவன் வாசுதேவன் அவர்களே, குண்டு சக்தி என்கிற சமத்துவன் அவர்களே மற்றும் வார்டு உறுப்பினர் மாரியப்பன் அவர்களே,